Hi friends, welcome to Learn Phase Chemistry classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആൻഡ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ ചാപ്റ്റർ 2ലേക്കാണ് കടക്കാൻ പോകുന്നത്. ചാപ്റ്റർ 2ന്റെ പേര് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ പുതിയ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഗ്യാസ് ലോ. അതിനർത്ഥം ഗ്യാസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. ഗ്യാസസ് എന്താണെന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് നമുക്കറിയാം. മാറ്ററിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വസ്തുക്കളെയും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അതിലൊരാളാണ് ഗ്യാസ്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഗ്യാസസിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ആണ്. ഗ്യാസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഗ്യാസിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് minute molecule. Contains numerous minute molecules. എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ഏത് ഗ്യാസ്, നൈട്രജൻ, ഏത് ഗ്യാസും നമ്മൾ എടുത്താലും എല്ലാ ഗ്യാസും ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് ആണ്. കുഞ്ഞു കുഞ്ഞ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. വെൻ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് എ ഗ്യാസ് ദ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. എന്താണ്? വെൻ കമ്പയർഡ് ടു volume of gas, volume of a molecule is negligible. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് നോക്കാം. ഞാനതൊന്ന് വ്യക്തമാക്കി തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കണ്ടെയ്നറിനകത്ത് നിറയെ ഗ്യാസ്, ഞാനൊരു ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിച്ചതനുസരിച്ച് എന്താണ് അതിനകത്ത് ന്യൂമറസ് മോളിക്യൂൾസ്, ഇഷ്ടംപോലെ മോളിക്യൂൾസും അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്യാസ് ന്യൂമറസ് മോളിക്യൂൾസ്, ഇഷ്ടംപോലെ മോളിക്യൂൾസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതിന് മൊത്തത്തിൽ നമ്മൾ വോളിയം, ഒരു ഗ്യാസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെൻ കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ഗ്യാസ്. വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കണ്ടെയ്നർ മൊത്തത്തിലുള്ള ഗ്യാസിൻ്റെ വോളിയം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവർ പറയുന്നത്? അപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വോളിയം ഓഫ് എ മോളിക്യൂൾ, ഈ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ശരിയല്ലേ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ എല്ലാ മോളിക്യൂൾസിൻ്റെയും കൂടി വോളിയം ആയിരിക്കും അല്ലേ? അപ്പോൾ അത് വളരെ ലാർജ് വാല്യൂ ആയിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് the molecules of gas are in
റാൻഡം മോഷൻ. ഈ മോളിക്യൂൾസ്, നമ്മൾ ഈ പറഞ്ഞ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല. അത് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നു, എല്ലാ മോളിക്യൂൾസും റാൻഡം മോഷനിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, നമുക്ക് ഫോർത്ത് പോയിന്റിൽ നോക്കാം. During their motion, they collide with each other. And with the walls of the container. അപ്പോൾ ഞാൻ പറഞ്ഞു മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, വെറുതെ ഇരിക്കുന്നില്ല, അവർ റാൻഡം മോഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മൂവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നതാ, ഒരു മോളിക്യൂള് മറ്റൊരു മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നു. മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. മാത്രമല്ല ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് ഇവിടെ നമുക്ക് കാണാം. ഞാൻ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നിടത്ത് കാണാം. ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, കണ്ടെയ്നറിൻ്റെ വാളുമായിട്ടും കൊളൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് the collision are perfectly elastic. That is, no loss of energy. കൊളിഷൻ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഒരാൾ വന്ന് മറ്റൊരാളിൽ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് there is no force of attraction between walls of container and the gas molecules. അതായത് കണ്ടെയ്നറിൻ്റെ വാൾസും നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസും തമ്മിൽ എന്ത് വരുന്നില്ല, യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വരുന്നില്ല. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഗ്യാസസിനെ പറ്റി, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിനെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഗ്യാസസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. മൈന്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു ഇഷ്ടംപോലെ മോളിക്യൂൾസ് ചേർത്താണ് നമ്മൾ ഗ്യാസിനെ ഉണ്ടാക്കുന്നത്. ദെൻ വോളിയം ഓഫ് ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ടോട്ടൽ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നെഗ്ലിജിബിൾ, അത് നമുക്ക് വളരെ ചെറിയ വാല്യൂ ആണ്. ദെൻ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഡ്യൂറിങ് ദെയർ മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു, കണ്ടെയ്നറായിട്ടും കൂട്ടിയിടിക്കുന്നു, അതുപോലെ തമ്മിൽ മോളിക്യൂൾസ് കൂട്ടിയിടിക്കുന്നു. ദെൻ ദ കൊളിഷൻ ആർ പെർഫെക്റ്റ്ലി എലാസ്റ്റിക്. ഇവർ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. ദെൻ there is no force of attraction between walls of the container and gas molecules. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്കിനി അടുത്ത പുതിയൊരു കാര്യത്തിലേക്ക് പോകാം. നമുക്കൊരു ടാബുലാർ ഫോമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗ്യാസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് gas molecule. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ molecules. Distance between
molecules. Okay, third point, freedom of movement. Freedom of movement. Fourth point, attractive force between molecules. ഈ 5 കാര്യങ്ങൾ ഗ്യാസസിന് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഞാനിവിടെ 3 ആൾക്കാരുടെയും ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്സിൻ്റെ കാര്യം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിൻ്റെ മോളിക്യൂൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡ്സ് ആണെങ്കിൽ നമുക്കറിയാം അവർ തമ്മിൽ എന്തുണ്ടാവും, ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ഗ്യാസ് ആണെങ്കിലോ സോളിഡ്, അതിൻ്റെ മോളിക്യൂൾസ് എല്ലാം വളരെ വളരെ അകലത്തിലായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് വെച്ച് നമുക്ക് ഈ 4 കാര്യങ്ങൾ ഗ്യാസിൻ്റെത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജി എങ്ങനെയാണ് ഗ്യാസ് മോളിക്യൂളിന്? ഇറ്റ് ഈസ് വെരി ഹൈ. ഗ്യാസ് മോളിക്യൂൾസിന് വളരെ ഹൈ എനർജിയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോളിഡ്സ് ആണെങ്കിൽ ഒട്ടും അകലയില്ല അല്ലേ, ലിക്വിഡ്സ് ആണെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ സോളിഡ്സ് ആണെങ്കിലോ അതും വെരി ഹൈ. ഓക്കെ, ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. സോളിഡിൻ്റെ 2 മോളിക്യൂൾസ്, ഈ ഒരു ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്ന 2 മോളിക്യൂൾസ് നിങ്ങൾ നോക്കുക. സോളിഡിൻ്റെ ആ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ അത്രത്തോളം ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അതേസമയം ഗ്യാസിനാണെങ്കിലോ ഒരു മോളിക്യൂളിൻ്റെ കഴിഞ്ഞാൽ വളരെ ദൂരത്തായിരിക്കും അടുത്ത മോളിക്യൂൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് വെരി ഹൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. സോളിഡ്സിൻ്റെ മോളിക്യൂൾസിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സോളിഡ്സിൻ്റെ മോളിക്യൂൾസിനെ വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത് അല്ലേ. എല്ലാ മോളിക്യൂൾസും വളരെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതായത് അവരുടെ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ലിക്വിഡ്സിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ലിക്വിഡ്സിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതായത് സോളിഡ്സിൻ്റെ അത്ര അട്രാക്ഷൻ അവർക്കില്ല. അതുകൊണ്ടാണ് അവർ തമ്മിൽ അട്രാക്ട് ചെയ്ത് അടുത്തേക്ക് വരാത്തത്. ദെൻ ഗ്യാസിൻ്റെ കേസ് ആണെങ്കിലോ ഒരു മോളിക്യൂൾ മറ്റേവനെ അട്രാക്റ്റ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ലെസ്. ഇത്രയാണ് നമുക്ക് ഗ്യാസസിനെ പറ്റി ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ മറ്റ് ചില ഡീറ്റെയിൽസ്, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വോളിയം ഓഫ് ഗ്യാസ്. വോളിയം ഓഫ് എ ഗ്യാസ്. ഗ്യാസിൻ്റെ വോളിയം എന്താണ്? ഇപ്പോൾ സപ്പോസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഞാൻ ഒരു ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഗ്യാസ് കണ്ടെയ്നറിനകത്തുണ്ടെങ്കിൽ ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് കണ്ടെയ്നർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം of the container which it occupies. Okay, ഇപ്പോൾ സോളിഡ്സിനാണെങ്കിലും ലിക്വിഡ്സിനാണെങ്കിലും ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ ഗ്യാസിന് അങ്ങനെയല്ല, ഡെഫിനിറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇല്ല. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ആ ഗ്യാസിനെ സൂക്ഷിക്കുന്നത്
അതായിരിക്കും ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും എന്ത്, നമ്മുടെ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷറിനെ പറ്റിയാണ്. പ്രഷർ ഓഫ് എ ഗ്യാസ്. ഓക്കെ, പ്രഷർ ഓഫ് എ ഗ്യാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് pressure is equal to force divided by area. ഫോഴ്സിനെ നമ്മൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, പ്രഷർ കിട്ടുന്നു. ഈ ഫോർമുല കാണാതെ പഠിക്കേണ്ടതാണ്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിനെ പറ്റിയാണ്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്താണ് ടെമ്പറേച്ചർ എന്ന് നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. ഇപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് നിറയെ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓരോ മോളിക്യൂളിനും, ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ മോളിക്യൂളിനും എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് മോളിക്യൂൾ, കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് മോളിക്യൂൾ, കൈനറ്റിക് എനർജി ഓഫ് തേർഡ് മോളിക്യൂൾ, അങ്ങനെ എല്ലാ മോളിക്യൂളിനും കൈനറ്റിക് എനർജി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ആവറേജ് ടോട്ടൽ കൈനറ്റിക് എനർജി എല്ലാം കൂടി കൂട്ടുക, ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ആവറേജ് കൈനറ്റിക് എനർജി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. എന്താണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്, മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്, മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. ഇതിനർത്ഥം നമ്മളുടെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്നാണ്. നമ്മൾ ഒരു ഗ്യാസിന്, ഒരു പർട്ടിക്കുലർ ഗ്യാസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്? ഒന്ന് വോളിയം, ഫസ്റ്റ് വൺ ഈസ് വോളിയം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടെമ്പറേച്ചർ, ആൻഡ് തേർഡ് വൺ ഈസ് പ്രഷർ. അപ്പോൾ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്, അപ്പോൾ ഗ്യാസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 3 കാര്യങ്ങളാണ്. വോളിയം, എന്തായിരുന്നു വോളിയം എന്ന് പറയുന്നത്? വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ആ ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിൻ്റെ വോളിയമാണ്. എന്തായിരുന്നു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ഓഫ് മോളിക്യൂൾസ്. എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ മോളിക്യൂൾസ് ഓൺ യൂണിറ്റ് ഏരിയ. കണ്ടെയ്നറിൽ വന്ന് കൊളൈഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ഫോഴ്സിൽ ആണ് വന്ന് കൊളൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷനാണിത്, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് എല്ലാം നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലോസിലേക്ക് കടക്കും. നമുക്കൊരു 3 ലോസ് പഠിക്കാനുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ എന്ന് പറയുന്ന 3 ലോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.